ശത്രുവിനെ പൂർണ്ണമായിട്ടും താർക്കണം. നിങ്ങൾ ഒരാളെ ദയ കാണിച്ചിട്ട് വെറുതെ വിട്ടു നോക്ക്, നിങ്ങളെ നല്ലവെന്ന് പറയില്ല, നിങ്ങൾ ദുർബലനാണെന്നേ പറയുള്ളൂ. നിങ്ങളെ ദുർബലനാണ് പറഞ്ഞിട്ട് എല്ലാവരും ചവിട്ടി താഴ്ത്തും. നെതന്യാഹു മുതൽ വ്ളാഡിമിർ പുടിൻ വരെ, ട്രംപ് അടക്കം ഇതേ കാര്യം തന്നെ ചെയ്യുന്നത്. റോബർട്ട് ഗ്രീനിന്റെ പ്രശസ്തമായ ബുക്ക് ഉണ്ട് 48 Laws of Power. അതിലൊരു നിയമമാണ് ക്രഷ് യുവർ എനിമി ടോട്ടലി. ശത്രുവിനെ പൂർണ്ണമായിട്ടും താർക്കുക, അടിച്ച് താഴ്ത്തുക, അവരെ ഉന്മൂലനം ചെയ്യണം എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പവർ ഗെയിമിന് ഒരു ബൈബിൾ തന്നെയുണ്ട്. നിക്കോളോ മക്യോലി എന്നൊരു രാജാവ് എഴുതിയ ദ പ്രിൻസ് എന്ന പുസ്തകം. അതിലൊരു ഭീകരമായ കോട്ട് ഉണ്ട്. If an injury has to be done to a man, it should be so severe that his vengeance need not be feared. അതായത് ഒരാളെ നിങ്ങൾ ഉപദ്രവിക്കുകയാണെങ്കിൽ അത് എത്രത്തോളം ക്രൂരമായിരിക്കണം, എന്നാൽ അവൻ നിങ്ങളോട് പിന്നീട് പ്രതികാരം ചെയ്യാൻ അവൻ ഉണ്ടാവാൻ പാടില്ല. ഇതാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് തന്റെ യുദ്ധങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ചതും. അദ്ദേഹത്തിന്റെ ഒരു കോട്ട് ഉണ്ട്, ടു ഹാവ് അൾട്ടിമേറ്റ് വിക്ടറി യു മസ്റ്റ് ബി റൂത്ത്ലെസ്. അതായത് അത്യന്തികം വിജയം കിട്ടണമെങ്കിൽ നിങ്ങൾ ക്രൂരനായിരിക്കണം. അതായത് നിങ്ങൾ യുദ്ധത്തിൽ ശത്രുവിനെ തോൽപ്പിച്ചാൽ അദ്ദേഹം നിസ്സഹായനായിട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹം വേണിച്ചാൽ ഭാവിയിൽ വേറെ ഒരു സൈന്യത്തെയും കൊണ്ടുവന്ന് നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കും, നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. തോറ്റ ശത്രുവിനോട് വെറും കരുണ കാണിച്ചുകൊണ്ട് മാത്രം സ്വന്തം നാക്ക് മുറിച്ചു കളയേണ്ടി വന്ന രാജാവിനെ പറ്റി നിങ്ങൾക്കറിയോ? ചൈന ഭരിച്ചിരുന്ന സിയാങ് വ്യൂ എന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അദ്ദേഹം ശത്രുവിനോട് കരുണ കാണിച്ചു. ഫലം ശത്രു ശക്തനായി വന്ന് അവനെ അടിയോടെ അങ്ങോട്ട് കൊന്നു കൊടുക്കുകയാണ് ചെയ്തത്. സിയാങ് യുങ്ങിന് ആത്മഹത്യ ചെയ്യേണ്ടിയും വന്നു. അതുകൊണ്ട് മാത്രമാണ് വ്ളാഡിമിർ പുടിൻ തന്റെ ശത്രുവിനോട് രണ്ടാമത് ഒരു ഓപ്ഷൻ കൊടുക്കാത്തത്. പുടിന്റെ ഏറ്റവും വലിയ ഡെഡ്ലി കോട്ട് എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, കാണാൻ പറ്റും. ടു ഫോർഗീവ് ദ ടെററിസ്റ്റ് ഈസ് അപ് ടു ഗോഡ് ബട്ട് ടു സെൻഡ് ദം അപ് ടു ഹിം. അതായത് തീവ്രവാദികൾക്ക് മാപ്പ് കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് അവകാശം ദൈവത്തിനാണ്. പക്ഷെ അവരെ ദൈവത്തിന്റെ അടുത്തെത്തിക്കേണ്ടത് എന്റെ കർത്തവ്യമാണ്. 2023 പുടിന്റെ വിശ്വസ്തനായ യെവ്ഗെനി പ്രിഗോഷിൻ ഒരു അട്ടിമറിക്ക് ശ്രമിച്ചു. മോസ്കോയിലേക്ക് ഒരു സൈന്യമായിട്ട് പ്രിഗോഷിൻ പോവുകയും ചെയ്തു. പക്ഷെ പ്രിഗോഷിൻ പിന്മാറി പുടിനായിട്ട് ഒരു സമാധാന ചർച്ചയ്ക്ക് നീങ്ങുകയും ചെയ്തു. പഴയ ഉറ്റ സുഹൃത്തല്ല പുടിൻ വെറുതെ വിട്ടു എന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ 2 മാസം കഴിഞ്ഞതും പ്രിഗോഷിനും തന്റെ കുടുംബവും വാഗ്നറിന്റെ ബോസുകളും ഒരു ഫ്ലൈറ്റിൽ പോകുമ്പോൾ ആ ഫ്ലൈറ്റ് ആകാശത്ത് വെച്ച് ചാരമാവുകയാണ് ചെയ്തത്. ചർച്ച വെറും കെണി മാത്രമാണ്. ശത്രുവിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക എന്നാണ് പുടിന്റെ ശൈലി. ഈ ആധുനിക ലോകത്ത് ശത്രുവിനെ തകർക്കാൻ തോക്കോ ബോംബോ അതിന്റെ ആവശ്യമൊന്നുമില്ല. അവനെ രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒന്നും ഇല്ലാത്തവനാക്കി മാറ്റിയാൽ മാത്രം മതി. ഇതിന്റെ മാസ്റ്റർ പ്ലാൻ ആണ് ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപ് എഴുതിയ പുസ്തകമുണ്ട് ഹൗ ടു ഗെറ്റ് റിച്ച്. ഇതൊരു ബിസിനസ് ബുക്ക് ആണെന്ന് പറയും, പക്ഷെ ഇതിലൊരു ഡെഡ്ലി കോട്ട് ഉണ്ട്. ഇഫ് സംബഡി ഹിറ്റ്സ് യു ഹിറ്റ് ബാക്ക് 100 times harder, go for the juggler. ആരെങ്കിലും നിങ്ങളെ തല്ലിയാൽ തിരിച്ച് 100 മടങ്ങ് ശക്തിയിൽ തല്ലുക. അവരുടെ തൊണ്ടക്കുഴിക്ക് നോക്കിയിട്ട് തന്നെ അടിക്കുക.